സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ വലീദ് ത്വലാൽ രാജകുമാരൻ അന്തരിച്ചു. 2005 നടന്ന വാഹനാപകടത്തെ തുടർന്ന് 20 വർഷമായി കോമയിലായിരുന്നു അദ്ദേഹം. എന്നാൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ പിതാവ് 20 വർഷത്തോളം ചികിത്സിക്കുകയായിരുന്നു. രാജകുമാരനാണ് നിത്യനിദ്രയിൽ ലയിച്ച് ദൈവത്തിലേക്ക് മടങ്ങിയത്. കഴിഞ്ഞ 20 വർഷമായി അബോധാവസ്ഥയിലായിരുന്നു ഇദ്ദേഹം. അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇതുവരെ ജീവൻ നിലനിർത്തിയത്. 36 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. 2025 ബ്രിട്ടനിലെ സൈനിക കോളേജിലെ പഠനകാലത്താണ് കാർ അപകടത്തിൽ രാജകുമാരന് തലച്ചോറിന് സാരമായ ക്ഷതമേൽക്കുന്നത്. അതേ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്നു അദ്ദേഹം. പിന്നീട് മരണം വരെ കോമ വിട്ടെണീറ്റില്ല. കഴിഞ്ഞ ഏപ്രിൽ 16 രാജകുമാരന്റെ 36ാം പിറന്നാൾ ദിനത്തിൽ ഇദ്ദേഹം ബോധം വീണ്ടെടുത്തെന്ന വ്യാജ വാർത്തകളും സജീവമായിരുന്നു. 2015 ചികിത്സകൾക്ക് ഫലമില്ലാതായതോടെ ലൈഫ് സപ്പോർട്ട് ഉപകരണങ്ങൾ നിർത്തലാക്കാൻ ഡോക്ടർമാർ രാജകുമാരന്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൺമുന്നിൽ മകനെ വെറുതെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മുൻ സൈനികനായ പിതാവ് തയ്യാറായില്ല. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അൽ വലീദിന് ഫീഡിംഗ് ട്യൂബ് വഴിയായിരുന്നു ആഹാരം നൽകിയിരുന്നത്. പിറന്നാളിനോടനുബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നാകെ രാജകുമാരന് വേണ്ടി പ്രാർത്ഥനകൾ ഉയർന്നിരുന്നു. പ്രാർത്ഥനകൾക്കിടെയാണ് രാജകുമാരൻ ഭൂമിയിലെ അവസാനത്തെ യാത്രക്കൊരുങ്ങിയത്.